അഭിഷേകമുള്ളവൻ കണ്ടിട്ട് പോകരുത്. കണ്ടിട്ട് പോകരുത്. നമ്മൾ കണ്ട് മാറിപ്പോകുന്ന ലേവ്യനല്ല, കണ്ടിട്ട് കാണാതെ പോകുന്ന പുരോഹിതനല്ല. നമ്മൾ മനസ്സലിവുള്ള ശമര്യക്കാരനാണ്. അതിൽ ഇടപെടണം. അത് എൻ്റെ ആരും അല്ലല്ലോ. അല്ല, ശമര്യക്കാരൻ ഇടപെട്ട ആരുടെ വിഷയത്തില? അവൻ്റെ ആരുമല്ല. കണ്ടപ്പോൾ അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി ഒരു മനുഷ്യനെ കണ്ടിട്ട് അവൻ്റെ വാഹനം നിർത്തി. അതിന് തൊട്ട് മുന്നേ ഒരു വാക്ക് അവിടെ ഇട്ടിട്ടുണ്ട്, അവന് മനസ്സലിവ് തോന്നി. അഭിഷേകത്തിൻ്റെ ലക്ഷണമായി മനസ്സലിവെന്ന് പറയുന്നേ. അവനെ വാഹനം നിർത്തി, ഇറങ്ങി, അവൻ്റെ ശരീരം ആരോഗ്യം ഉപയോഗിച്ച് അവനെ എടുത്തു, മുറിവ് കെട്ടി. എവിടെയോ പോകാൻ വന്ന മനുഷ്യനാ, കരുതി എണ്ണ അങ്ങ് തേച്ചു, എല്ലാം ഓക്കെ, എടുത്തു, സ്വന്തം വണ്ടി കയറ്റി കൊണ്ടുപോയി. ഒരു രാത്രി മുഴുവനും ആരെന്നറിയാത്ത വേദനിച്ച മനുഷ്യൻ്റെ കൂട്ടുനിന്നു. പിന്നെ ഈ പേഴ്സ് തുറന്നേ. പേഴ്സല്ല ആദ്യം തുറക്കേണ്ടത്, മനസ്സ് തുറക്കണം. അയ്യോ, ആ വീട്ടിൽ അച്ഛൻ മദ്യപാനിയാ, അയ്യോ ഞാനെന്ത് ഇല്ല, ഈ വീട്ടിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പാ, ആ മദ്യപാനത്തിൻ്റെ ആസക്തി ആ കുടുംബത്തിൽ നിന്ന് മാറി ആ സഹോദരിക്ക് കുഞ്ഞുങ്ങൾക്കൊരു സമാധാനം നീ കൊടുക്കണമേ. ഈ പുറത്തൊരു കുഞ്ഞ് ദൈവഹിതമില്ലാത്ത യാത്രയാണെന്നറിയുമ്പോൾ ഇത് മറ്റുള്ളവരോട് പറഞ്ഞോ അറിഞ്ഞോ, അയ്യോ അവൻ പിഴച്ചു, അവൻ അങ്ങനെ പോയി, നോ, അത് പറയുന്നതല്ല അഭിഷേകം. മറ്റുള്ളവരോട് പറഞ്ഞ് ആഘോഷമാക്കുന്നതല്ല അഭിഷേകം. പ്രാർത്ഥന മുറിക്കരി, കർത്താവേ, എൻ്റെ നാട്ടിൽ, എൻ്റെ അയലത്ത്, എൻ്റെ പരിചയത്തിൽ, എൻ്റെ സ്നേഹിതത്തിൽ ഒരു കുഞ്ഞിങ്ങനെ ഡ്രഗ്സിന് അഡിക്റ്റ് ആകുന്നു, വീട്ടിൽ അസ്വസ്ഥത വരുത്തുന്നു. അപ്പാ, യേശുവി അഭിഷേകം എൻ്റെ മേലാ. യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവ അവനെ തകർക്കാൻ, മുടിക്കാൻ, മോഷ്ടിക്കാനുള്ള ആ പിശാചിൽ നിന്ന് അവനെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യരായി നിങ്ങൾ മാറണം.